ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റാണ് പോപ്കോൺ. എല്ലാവരും എപ്പോഴും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രിഫർ ചെയ്യുന്ന ഒരു ഫുഡാണ് അല്ലേ പോപ്കോൺ. ഈവനിങ് സ്നാക്ക് ആയിട്ട് ഇല്ലെങ്കിൽ ഒരു മൂവിക്ക് പോകുമ്പോഴും അതിനെ ചില്ല് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഫുഡ് ഐറ്റാണ് പോപ്കോൺ. അപ്പൊ ഈ പോപ്കോൺ സെയിൽ ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ മാസം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുക എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ അവസാനം വരെ കാണാൻ ശ്രമിച്ചോളൂ. 2003 സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് ഡോഗ് പോപ്കോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാൻഡ്. ഇപ്പൊ അവര് ഒരുപാട് കൺട്രീസിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഷോപ്പാണ് ഇപ്പൊ അവര് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകണത്. അതിന് കാരണം എന്താണെന്ന് അറിയാം, എല്ലാവരും അൺഹെൽത്തി ആയിട്ട് പോപ്കോൺ കൊടുത്തായിരുന്നപ്പോൾ ഇവര് കുറച്ച് എഫിഷ്യന്റ് ആയിട്ട് അവർ മൂവ് ചെയ്തു. അവർ കുറച്ച് ട്രഡീഷണൽ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പോപ്കോൺ മേക്ക് ചെയ്തിട്ട് ആളുകളിൽ കൊടുക്കാൻ ശ്രമിച്ചു. അപ്പൊ അത് സക്സസ്ഫുൾ ആയിട്ട് തന്നെ പോവുകയും ചെയ്തു. ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ഒരുപാട് ബ്രാൻഡ് ഷോപ്പുകൾ ഇപ്പൊ അവരുടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പോപ്കോണിന്റെ ഷോപ്പ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര രൂപയാവും എന്ന് പറഞ്ഞുതരാം. എക്യുപ്മെന്റ്സ്, സ്റ്റോക്ക്, ലൈസൻസ് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഏകദേശം 1,50,000 ഉള്ളിൽ തന്നെ നിൽക്കും. പിന്നെ ഇതിന്റെ എക്സ്പെൻസ് വരുന്നത് ഇതിന്റെ ഇൻഗ്രീഡിയൻസും പാക്കേജിങ്ങും അതും ഈ പറഞ്ഞ എമൗണ്ടിൽ തന്നെ മാനേജബിൾ ആയിട്ട് പൊക്കോളും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മാർക്കറ്റ് റിസർച്ച് ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും ഏത് ഫ്ലേവറാണ് ഇഷ്ടം, ഏറ്റവും കൂടുതൽ മൂവബിൾ ആയി ഏറ്റവും കൂടുതൽ ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് ഫ്ലേവറാണ് എന്നെല്ലാം മനസ്സിലാക്കി നമുക്ക് എന്താണ് നന്നായി കൊടുക്കാൻ പറ്റുക, എല്ലാവരും കൊടുക്കുന്നതിനായിട്ടും കുറച്ചുകൂടി ബെറ്റർ ആക്കി എന്താണ് കൊടുക്കാൻ പറ്റുക, അങ്ങനെയൊക്കെ നന്നായി മാർക്കറ്റ് റിസർച്ച് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് റീറ്റെയിൽ ആയിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു തരേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഹോൾസെയിൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല മാർക്കറ്റിനോട് അനുയോജിച്ച രീതിയിൽ തന്നെ നിങ്ങൾ പ്ലേസ് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നല്ലോണം ക്രൗഡുള്ള ഏരിയയിലും മാളുകളിലും അതുപോലെ തന്നെ പാർക്ക്, തിയേറ്റർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആൾക്കാർ നന്നായി ക്രൗഡുള്ള സ്ഥലത്ത് എവിടെയാണ് കൂടുതൽ ക്രൗഡ് വരുന്നത് അവിടെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ഫിക്സ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മാർക്കറ്റിംഗ്. എത്ര ടേസ്റ്റിൽ കൊടുത്താലും ഇത് ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ഏകദേശം നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാന്ന് പറഞ്ഞുതരാം. നമ്മൾ ഒരു ദിവസം ഒരു 200 പാക്കറ്റ് സെയിൽ ചെയ്യാന്ന് വെക്കുക. ഒരു ദിവസം പെർ ഡേ 200 പാക്കറ്റ് സെയിൽ ചെയ്യാന്ന് വെക്കുക. ഒരു പാക്കറ്റിന് 200 രൂപയെന്ന് വെക്കുക. അപ്പൊ നമുക്ക് ഒരു മാസം 6 ലക്ഷം രൂപ വരുമാനം ഉണ്ടാകാം. ഓപ്പറേഷൻ, മാർക്കറ്റിംഗ്, ഇൻഗ്രീഡിയൻസ്, സാലറി കോസ്റ്റ് ഇതിനെല്ലാം ഒരു 50% മാറ്റി വെച്ചാലും ബാക്കി 50%, അതായത് ഒരു 3 ലക്ഷം രൂപ നമുക്ക് എല്ലാ ചെലവുകളും ഈ പറഞ്ഞ ഓപ്പറേഷൻ, മാർക്കറ്റിംഗും ഇൻവെന്ററി കോസ്റ്റും എല്ലാതും കഴിഞ്ഞാലും നമുക്ക് ലാഭം ഇതിന് 50% കിട്ടും. അതായത് 3 ലക്ഷം രൂപ 6 ലക്ഷം വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തായാലും ഈ വക ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി 3 ലക്ഷം രൂപയേക്കാൾ കൂടുതൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഈസി ആയിട്ട് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ നന്നായി റിസർച്ച് ചെയ്ത് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് പോപ്കോൺ ബിസിനസ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനലിൽ നിന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.